സേവക ഓ മൂന്നാമത്തെ വരി. നാലാമത്തെ വരി എന്താണ്? ദൂതം ന്യയുങ്ക്ത തവ പൗണ്ഡ്രക വാസുദേവ. നാലാമത്തെ വരി. ദൂതം ന്യയുങ്ക്ത തവ പൗണ്ഡ്രക വാസുദേവ. ദൂതം ന്യയുങ്ക്ത തവ പൗണ്ഡ്രക വാസുദേവ. ഒന്നാമത്തെ വരി, നാലാമത്തെ വരി. അപ്പം എങ്ങനെ മുഴുവൻ ശ്ലോകം, ഒന്നാമത്തെ ശ്ലോകം ഒരുമിച്ച് എങ്ങനെ ചൊല്ലും? രാമേധ ഗോകുലഗതേ പ്രമദാ പ്രസക്തേ ഭൂതാനുപേതയ മുനാദമനേ മദാന്ധേ സ്വൈരം സമാരമതി സേവകവാദമൂഢോ ഭൂതം ന്യയുങ്ക്ത തവ പൗണ്ഡ്രക വാസുദേവ. ഒന്നാമത്തെ ശ്ലോകം. എന്താണ് അർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം. അനന്തരം ബലരാമൻ ഗോകുലത്തിൽ ചെന്നിട്ട് ഗോപികമാരിൽ അത്യാസക്തനും മതം കൊണ്ട് ബുദ്ധിമോശം സംഭവിച്ചവനുമായിട്ട് വിളിച്ചതിനെ അനുസരിക്കാതിരുന്ന യമുനയെ അടക്കിയവനായി സ്വൈരമായി രമിച്ചുകൊണ്ടിരിക്കെ സേവകന്മാരുടെ വാക്ക് കേട്ട് മൂഢനായി തീർന്ന പൗണ്ഡ്രക വാസുദേവൻ അങ്ങയുടെ സമീപത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു. അപ്പൊ പൗണ്ഡ്രക വാസുദേവൻ ആരാണെന്ന് ഞാനൊരു ആമുഖം തരാം. പൗണ്ഡ്രക വാസുദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാലത്ത് അവിടെ ജീവിച്ചിരുന്ന ഒരു രാജാവാണ്. അപ്പം ഇദ്ദേഹത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താ ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് സ്വയം തോന്നുക ഇദ്ദേഹം ഭഗവാനാണെന്നാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ ആണെന്നാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ ചെറിയൊരു പ്രശ്നം. അതായത് രാവിലെ ആകുമ്പം എന്ത് ചെയ്യും, മയിൽപീലിയൊക്കെ കുത്തി, കാരണം ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങളോടും സർവശ്രേയസ്സോടും കൂടി സദാ വിരാജിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഭഗവാൻ നിൽക്കുന്ന സമയം പൗണ്ഡ്രക രാജാവിന് തോന്നിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം സ്വയം ഭഗവാനാണെന്ന് അഥവാ ശ്രീകൃഷ്ണനാണെന്ന് തോന്നും. അപ്പൊ എന്ത് ചെയ്യും, ഒരു മയിൽപീലി കുത്തും, ഇദ്ദേഹത്തിന് തടി കൊണ്ടുണ്ടാക്കിയ ഒരു സുദർശന ചക്രമുണ്ട്, ഇതൊക്കെ ഇങ്ങനെ കറക്കി എന്ത് ചെയ്യും, എല്ലാവരോടും പറഞ്ഞു കൊടുക്കും, ഞാനാണ് ഒറിജിനൽ കൃഷ്ണൻ, മറ്റേത് യഥാർത്ഥ ഭഗവാൻ എന്താണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയും. എന്നിട്ട് അദ്ദേഹത്തിന് സാധാ കല്ല് വെച്ചുണ്ടാക്കിയ, അതായത് യഥാർത്ഥ കൗസ്തുഭമണിയെ പോലെ തോന്നിപ്പിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള എല്ലാ ഭഗവാൻ എന്തൊക്കെയുണ്ടോ അതിന്റെയൊക്കെ എന്ത് ചെയ്യും, ഒരു ചീപ്പ് കോപ്പി ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അപ്പം ഇദ്ദേഹം ഇങ്ങനെ എല്ലാവരോടും താനാണ് ഭഗവാൻ, താനാണ് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോ ഇങ്ങനെയുള്ള ആളുകള് പണ്ട് മാത്രമല്ല ഇപ്പോഴും ഉണ്ട്. ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനാണ് ദൈവം, ഞാൻ ദൈവമാണ്, എനിക്ക് ആ കഴിവുണ്ട് ഈ കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും നടക്കുന്ന ഒരുപാട് ദൈവങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം സത്സംഗത്തിന് മൂടയില് ശ്രീസ്വാമി ക്ഷേത്രത്തിലെ സത്സംഗത്തിന് ഒരു മതജി എന്നെ വിളിച്ചിരുന്നു. ആ മതജിയുടെ അഭിപ്രായം, ആ മതജി ചെട്ടുളങ്ങര അമ്മ, കൊടുങ്ങല്ലൂർ അമ്മയാണെന്നാണ് അഭിപ്രായം. അപ്പൊ എന്നെ ഫോൺ വിളിച്ച്, ഞാൻ രാവിലെ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അറിയാത്തൊരു നമ്പറിൽ നിന്നാണ് കോള് വന്നത്. അപ്പൊ ഞാൻ ഫോൺ എടുത്തിട്ട് ചോദിച്ചു ആരാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇതുപോലെ ഞാന് ഇതുപോലെ കൊടുങ്ങല്ലൂർ അമ്മയാണ്. പറഞ്ഞ കൊടുങ്ങല്ലൂർ അമ്മയോ? പറഞ്ഞ അതെ, ഞാൻ കൊടുങ്ങല്ലൂർ അമ്മയാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് പ്രഭുവിനെ കാണണം. ഞാൻ ചോദിച്ചു ഓക്കെ, ഞാൻ ക്ലാസ്സിന് പോകാൻ നിൽക്കുകയാണ്, മൂടൽ ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം, സംസാരിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്റെ ഭാഗ്യം കൊണ്ട് വന്നില്ല എന്തായാലും. അപ്പൊ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആളുകള്, ഒരു കൽക്കി തിരുവനന്തപുരത്തുണ്ട്, ഒരു കൽക്കി ബാംഗ്ലൂരുണ്ട്. എന്നുവെച്ചാല് അവരുടെ രണ്ടുപേരുടെ അഭിപ്രായം, അവർ സ്വയം കൽക്കിയാണെന്നുള്ള അഭിപ്രായത്തിലാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അതാണ് ഇതിന്റെ അകത്തുള്ള ഏറ്റവും മോശം. അവർ സ്വയം മാനസികമായിട്ടുള്ള അവസ്ഥ വെച്ച് പറയുന്നതല്ല, ഇത് മറ്റുള്ള ആളുകളെ വിശ്വസിപ്പിക്കുകയും അവരുടെ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയിട്ട് ആളുകളെ തെറ്റായിട്ട് ഇപ്രകാരം പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, ചൂഷണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇവർക്ക് ഒരുപാട് ഫോളോവേഴ്സ്, അവര് പറയുന്നത് വിശ്വസിക്കാൻ കുറെ ആളുകള്. അപ്പം ഇതേപോലെ തന്നെ പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്ന, ആരാണ്, പൗണ്ഡ്രകൻ എന്ന് പറഞ്ഞ രാജാവ്. അപ്പോ ഈ പൗണ്ഡ്രകൻ എന്ന് പറഞ്ഞ രാജാവിന്റെ പ്രശ്നം, അദ്ദേഹം സ്വയം കൃഷ്ണനാണെന്ന് തോന്നുക, അത് സ്വയം തോന്നുക മാത്രമല്ല മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുക, അതുപോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ ഇതാണ് പൗണ്ഡ്രകൻ. അപ്പം ബലരാമൻ ഗോകുലത്തിൽ പോയി. അപ്പം ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, അപ്പം ഭഗവാന്റെതാണല്ലോ ഗോപികമാരെല്ലാം, ഭഗവാന്റെതാണ്, ഭഗവാൻ ഇഷ്ടംപോലെ പത്നിമാരും ഗോപികമാരും സഖികളും ഒക്കെ ഉണ്ട്. അപ്പോ
ഇദ്ദേഹം സ്വയം കൃഷ്ണനാണെന്ന് പറഞ്ഞു നടക്കുന്നത് മാത്രമല്ല പ്രശ്നം, അദ്ദേഹം ഇത്തരത്തിൽ സ്ത്രീകളെ ഉപദ്രവിക്കാനും കൂടെ തുടങ്ങി. കാരണം ഗോപികമാർക്കറിയാം മുമ്പിൽ നിൽക്കുന്നത് കൃഷ്ണനല്ലെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യും, അത് സമ്മതിക്കാത്ത ഗോപികമാരെയൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്തു, ഉപദ്രവിക്കാനും ശല്യം ചെയ്യാനും ഒക്കെ ആരംഭിച്ചു. ബലരാമൻ ഒന്നാമത്തെ ശ്ലോകം അതാണ് പറയുന്നത്. രാമസ്വാമി ഗോകുലത്തിലേക്ക് പോയി സ്ത്രീകൾക്കൊപ്പം വിഹരിക്കുകയും തന്റെ വിളി കേൾക്കാത്ത യമുനയെ ഹലായുധം കൊണ്ട് വശത്താക്കുകയും ചെയ്ത് മതാലസനായി അവിടെ കഴിയുന്ന സമയത്ത്, അതായത് ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ട്, യമുനാദേവി ഭഗവാന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കാത്ത സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, യമുനയെ എന്ത് ചെയ്യുന്നുണ്ട്, ചാലുവെട്ടി തന്റെ രീതിയിലേക്ക് വരുത്തുന്നുണ്ട് ആര്, ബലരാമസ്വാമി. അപ്പം ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ പൗണ്ഡ്രകൻ ഗോപികമാരെ ഉപദ്രവിക്കാനായിട്ട് ഗോകുലത്തിലേക്ക് പോകുന്നത്. ആ അവസരത്തിന്റെ സേവകന്മാരുടെ പുകഴ്ത്തലും കേട്ട് ബുദ്ധിഭ്രമം സംഭവിച്ച പൗണ്ഡ്രക വാസുദേവൻ അങ്ങയുടെ അടുക്കലേക്ക് ഒരു ദൂതനെ അയച്ചു. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഈ കൽക്കിയുടെ ഒക്കെ പ്രശ്നം, കൽക്കിയുടെയും ജഡ്മുളങ്ങര അമ്മയുടെയും ചോറ്റാനിക്കര അമ്മയുടെ ഒക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ വിശ്വസിക്കാനും ഇവരുടെ പ്രവർത്തികളെ അനുകൂലിക്കാനും പുകഴ്ത്താനും ഒരുപാട് ആളുകൾ ഇവർക്ക് ചുറ്റും ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള സേവകരാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നോക്കിയിട്ട് പറയാം, ശരിയാ ചുട്ടുളങ്ങര അമ്മയാന്ന് തോന്നുന്നു, എന്താ പുറകില് എന്തുണ്ട്, ഒരു ഓറയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, പുറകിൽ എന്തുണ്ട്, ഒരു മറ്റേ ഒരു സൂര്യനെ പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. മുന്നോട്ട് നോക്കിയപ്പോ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പം ഒരു ചോറ്റാനിക്കര അമ്മയുടെ ലക്ഷണമൊക്കെ തോന്നുന്നത് എന്ത് ചെയ്യും, ചുറ്റും നിൽക്കുന്ന സേവകര് ഇവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും കൂടെ ചെയ്യും. അപ്പൊ ഇതുകൂടെ കേൾക്കുന്ന സമയം എന്ത് ചെയ്യും, അരപ്പെരിയായിരുന്നത് ഫുള്ളും പ്രശ്നമാകും. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും, ഇവര് സമൂഹത്തില് തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ആളുകളെ അബദ്ധവിശ്വാസങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും ദുരാചാരങ്ങളിലേക്കും ഒക്കെ തള്ളിവിടും. അപ്പം ഇപ്രകാരം ചിന്തിച്ചിരുന്ന പൗണ്ഡ്രകൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുക്കലേക്ക് എന്ത് ചെയ്തു, ഒരു ദൂതനെ പറഞ്ഞയച്ചു. ഇതാണ് ഒന്നാമത്തെ ശ്ലോകം. രാമേധ ഗോകുലഗതേ പ്രമദാ പ്രസക്തേ ഭൂതാനുപേത യമുനാ ദമനേ മദാന്ധേ സ്വൈരം സമാരമതി സേവകവാദമൂഢോ ദൂതം ന്യയുങ്ക്ത തവ പൗണ്ഡ്രക വാസുദേവ. ശ്ലോകം ആരെങ്കിലും ഒന്ന് ചൊല്ലി നോക്കിക്കോളൂ, അല്ലെങ്കിൽ രണ്ടുപേരും ചൊല്ലി നോക്കിക്കോളൂ. ശ്ലോകം എന്നെടുക്കണം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രാമേധ ഗോകുലഗതേ പ്രമദാ പ്രസക്തേ ഹുദാനുപേത യമുനാ ദമനേ മദാന്തേ സ്വൈര്യം സമാരമതി സേവകവാദമൂഢോ ദൂതം നിയുക്ത തവ പൗണ്ഡ്രക വാസുദേവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, വളരെ നന്നായി. ഹരേ കൃഷ്ണ പ്രഭു. രാമേധ ഗോകുലഗതേ പ്രമദാ പ്രസക്തേ ഉദാനുപേത യമുനാധമനീ മദാന്തേ സ്വൈര്യം സമാരമതി സേവകാവാദു മൂഢോ ദൂതം നിയുക്ത തവ പൗണ്ഡ്രക വാസുദേവ. ഹരേ കൃഷ്ണ, വളരെ നന്നായി. രാമേധ ഗോകുലഗതേ പ്രമദാ പ്രസക്തേ ഉദാനുപേത യമുനാ ദമനേ മദാന്തേ സ്വൈരം സമാരമതി സേവകവാദമൂഢോ ദൂതം നുയങ്ക്ത തവ പൗണ്ഡ്രക വാസുദേവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. ശ്രമിച്ചോ. നാരായണോഹമവതീർണ ഇഹാസ്മി ഭൂമോ. ഇതാണ് ഒന്നാമത്തെ വരി. രണ്ടാമത്തെ ശ്ലോകം. നാരായണോഹമവതീർണ ഇഹാസ്മി ഭൂമൗ. വരി. നാരായണോഹമവതീർണ ഇഹാസ്മി ഭൂമൗ തത്സേ കില ത്വമപി മാമക ലക്ഷണാനി. തത്സേ കില ത്വമപി മാമക ലക്ഷണാനി. ഒന്നും രണ്ടും വരികൾ ഒരുമിച്ച് അങ്ങനെ. നാരായണോഹമവതീർണ ഇഹാസ്മി ഭൂമൗ തത്സേ കില ത്വമപി മാമക ലക്ഷണാനി.
1ഉം 2ഉം വരികള്. മൂന്നാമത്തെ വരി ഉത്സൃജ്യ താനി ശരണം വ്രജമാമി തിത്വാം. ഇവിടെ ശ്രദ്ധിക്കാം, ഉത്സൃജ്യ താനി ശരണം വ്രജമാമി തിത്വാം. ഉത്സൃജ്യ താനി ശരണം വ്രജമാമി തിത്വാം. നാലാമത്തെ വരി ദൂതോ ജഗാഥ സകലൈർ ഹസിത സഭായാം. ദൂതോ ജഗാഥ സകലൈർ ഹസിത സഭായാം. ഇതാണ് ശ്രദ്ധിക്കുന്നത്. ദൂതോ ജഗാഥ സകലൈർ ഹസിത സഭായാം. അപ്പൊ എങ്ങനെ 3ഉം 4ഉം വരികൾ ഒരുമിച്ച് എങ്ങനെ ചെല്ലും? ഉത്സൃജ്യ താനി ശരണം വ്രജമാമി തിത്വാം. ദൂതോ ജഗാഥ സകലൈർ ഹസിത സഭായാം. രണ്ടാമത്തെ ശ്ലോകം എങ്ങനെ ചൊല്ലും? നാരായണോഹമവതീർണ ഇഹാസ്മി ഭൂമൗ തത്സേ കില ത്വമപി മാമകലക്ഷണാനി ഉത്സൃജ്യ താനി ശരണം വ്രജമാമി തിത്വാം. ദൂതോ ജഗാഥ സകലൈർ ഹസിത സഭായാം. രണ്ടാമത്തെ ശ്ലോകം എന്താണ് പറയുന്നത്? ഹരേ കൃഷ്ണ പ്രഭു. ഗോകുല ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏത് ദശകം ഇത്? 83-ാം ദശകമാണെന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? ഗോകുലത്തിൽ പോയ അവസരത്തിൽ ഒരിക്കൽ മദ്യത്താൽ മതം കൊണ്ട ബലരാമൻ യമുനാ തടത്തിൽ ചെന്ന് ജലക്രീഡയ്ക്കായി യമുനാ നദിയെ തന്റെ സമീപത്തേക്ക് വിളിച്ചു. അത് വകവെക്കാതിരുന്ന അവളെ അദ്ദേഹം കലപ്പ കൊണ്ട് തന്റെ അടുത്തേക്ക് വലിച്ച് അടുപ്പിച്ച് ജലക്രീഡ നടത്തി. അക്കാലത്തൊരിക്കൽ കരൂഷ രാജാവായ പൗണ്ഡ്രകൻ താനാണ് മഹാവിഷ്ണുവിന്റെ അവതാരം വന്ന വാസുദേവനെന്ന് മൂഢന്മാരുടെ വാക്ക് കേട്ട് സത്യമാണെന്ന് ധരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു. ഈ ഭൂമിയിൽ അവതരിക്കുന്നവനായ മഹാവിഷ്ണു ഞാനാകുന്നു. ഇതാപ്പോ കഥ. നീയും എന്റെ ലക്ഷണങ്ങളെ ധരിച്ചിരിക്കുന്നവൻ അത്രേ. അവയെല്ലാം ഉപേക്ഷിച്ച് എന്നെ ശരണമായി പ്രാപിച്ചാലും എന്നിങ്ങനെ ദൂതൻ അങ്ങയോട് പറഞ്ഞു. അവനാകട്ടെ ആ സഭയിൽ എല്ലാവരാലും പരിഹസിക്കപ്പെടുകയും ചെയ്തു. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്യൂപ്ലിക്കേറ്റ് ചെന്ന് ഒറിജിനലോട് പറഞ്ഞു. അതായത് ഈ പൗണ്ഡ്രകൻ എന്ന് പറഞ്ഞ രാജാവ് സാക്ഷാൽ ഭഗവാനോട് ചെന്ന് പറഞ്ഞു, ഭഗവാൻ ആരാണ്? ഈ പൗണ്ഡ്രക രാജാവിനെ കൂപ്പിയടിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ പൗണ്ഡ്രക രാജാവാണ് യഥാർത്ഥത്തിലെ ഭഗവാൻ. അതായത് വിഷ്ണു വൈഷ്ണവ അവതാരം ആരാണ്? പൗണ്ഡ്രക രാജാവാണെന്ന് ആര് പറഞ്ഞു? ദൂതൻ ഭഗവാനോട് പറഞ്ഞു. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യുക, നീ എന്നെ പോലെ ഈ ചക്രവും മറ്റു ലക്ഷണങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നതായിട്ട് പൗണ്ഡ്രകൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അതൊക്കെ ഉപേക്ഷിച്ച് ഭഗവാൻ രാജാവിനെ ശരണം പ്രാപിക്കാൻ ആരോട് പറഞ്ഞു? ഭഗവാനോട് ഈ ദൂതൻ വഴി പറഞ്ഞയച്ചു. അപ്പൊ അതാണ് രണ്ടാമത്തെ ശ്ലോകം. നാരായണോ ഹമപതിർന്ന നാരായണൻ ഭൂമിയിൽ വന്നിരിക്കുന്നതാണ്, ഞാനാണ്, അതായത് പൗണ്ഡ്രകനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണം? തച്ചേകില ത്വമപി മാമക ലക്ഷണാനി. എന്റെ ലക്ഷണം, അതായത് പൗണ്ഡ്രകന്റെ ലക്ഷണങ്ങളെ ആരെടുത്തിരിക്കുകയാണ്? സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ എടുത്തിരിക്കുകയാണ്. പിന്നെ ഉത്സൃജ്യ താനി ശരണം വ്രജമാമി തിത്വാം ദൂതോ ജഗാദ സകലൈർ ഹസിത സഭായാം. അതുകൊണ്ട് എന്താണ് ഈ പറഞ്ഞതുപോലെ നീ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്ത് വേണം? എന്നെ ശരണം പ്രാപിക്കണമെന്ന് പൗണ്ഡ്രകൻ പറഞ്ഞ. എത്ര വലിയ അബദ്ധത്തിലാണ് അദ്ദേഹം ചെന്ന് പെട്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ അതാണ് രണ്ടാമത്തെ ശ്ലോകം. ആരെങ്കിലും ഒന്ന് ചൊല്ലി നോക്കിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാരായണോഹമവതീർണ ഇഹാസ്മി ഭൂമൗ തത്സേകില ത്വമപി മാമകലക്ഷണാനി ഉത്സൃജ്യതാനി ശരണം പ്രജമാമി ദീത്വാ ഉദോ ജഗാദ സകലൈർഹസിത സഭായാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ.
നാരായണോഹമവതീർണ ഇഹാസ്മി ഭൂമോ വത്സേകിലസ്ത്വമവിഗമനലക്ഷണാനി ഉത്സൃജ്യതാനി ശരണം മൃദമാമിതി ത്വാം ഓദോ ജഗാത സകലേ ഹസിതസ്തഭായം. ഹരേ കൃഷ്ണ ഗുരുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. നാരായണോഹമവതീർണ ഇഹാസ്മി ഭൂമൗ ദത്സേ കില ത്വമപി മാമകലക്ഷണാനി ഉത്സൃജ്യ താനി ശരണം വ്രജമാമിതി ത്വാം ദൂതോ ജഗാദ സകലൈർഹസിതസഭായാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ നമുക്കെന്നാ അപ്പം മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. ശ്രദ്ധിക്കാം. ദൂതേധ യാതവതി യാദവ സൈനികൈസ്ത്വം യാതോദർശിതവപു കില പൗണ്ഡ്രകീയം. ശ്രദ്ധിക്കാം. ദൂതേധ യാതവതി യാദവ സൈനികൈസ്ത്വം യാതോദർശിതവപു കില പൗണ്ഡ്രകീയം. ശ്രദ്ധിക്കാം. ദൂതേധ യാതവതി യാദവ സൈനികൈസ്ത്വം യാതോദർശിത വപു കില പൗണ്ഡ്രകീയം. മൂന്നാമത്തെ വരി എന്താണ്? താപേന വക്ഷസി കൃതാംഗമനൽപമൂല്യ. താപേന വക്ഷസി കൃതാംഗമനൽപമൂല്യ. നാലാമത്തെ വരി ശ്രീകൗസ്തുഭം മകരകുണ്ടല പീതചേലം. നാലാമത്തെ വരി ശ്രീകൗസ്തുഭം മകരകുണ്ടല പീതചേലം. അപ്പൊ 3-4 വരികൾ ഒരുമിച്ച്. താപേന വക്ഷസ് കൃതാംഗമനൽപമൂല്യ ശ്രീകൗസ്തുഭമകരകുണ്ടല പീതചേലം. അപ്പൊ മൂന്നാമത്തെ ശ്ലോകം ഒരുമിച്ച് അങ്ങനെ ചൊല്ലും. ദൂതേധയാദവതി ദൂതേധയാദവതി യാദവ സൈനികൈസ്ത്വം യാതോദർശിതവപു കില പൗണ്ഡ്രകീയം. താപേന വക്ഷസി കൃതാംഗമനൽപമൂല്യ ശ്രീകൗസ്തുഭം മകരകുണ്ടല പീതചേലം. ശ്ലോകം എന്താണ് അർത്ഥം? അതിൽ പിന്നെ ആ ദൂതൻ പോയ ശേഷം അങ്ങ് യാദവ സൈന്യത്തോടുകൂടി പൗണ്ഡ്രകന്റെ അടുത്തേക്ക് പോയി. അപ്പം ദൂതൻ ഇപ്രകാരമൊക്കെ കുറച്ച് കാര്യങ്ങള് ഭഗവാന്റെ അടുക്ക പറഞ്ഞപ്പോ എന്ത് ചെയ്തു? ഭഗവാൻ നേരിട്ട് ഈ വിഷയം എന്താണെന്ന് അന്വേഷിക്കാനായിട്ട് എന്ത് ചെയ്തു? തന്റെ സേവകരോടൊപ്പം പൗണ്ഡ്രകന്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ചുട്ടു പൊള്ളിച്ച മാറിടത്തിലുണ്ടാക്കിയിട്ടുള്ള ശ്രീവത്സം എന്ന മറുകോടും വിലപിടിപ്പുള്ള കൗസ്തുഭരത്നത്തോടും മകര മത്സ്യാകൃതിയിലുള്ള കുണ്ടലങ്ങളോടും മഞ്ഞപ്പട്ടുകളോടും കൂടിയ പൗണ്ഡ്രക ദേഹത്തെ അങ്ങ് കണ്ടു. അതായത് പൗണ്ഡ്രകൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ ജനിച്ചതേ എന്താണ്? ഹൃദയത്തില് കൗസ്തുഭരത്നത്തോടു കൂടിയിട്ടാണ് ജനിച്ചത്. അപ്പൊ അങ്ങനെ വിശേഷപ്പെട്ട ഒരുപാട് ലക്ഷണങ്ങളുണ്ട് ഭഗവാന്റെ ശരീരത്ത്. അപ്പൊ ഈ ലക്ഷണങ്ങളോട് കൂടിയിട്ടാണ് ഭഗവാൻ സ്വയം വന്നിട്ടുള്ളത്. പക്ഷെ പൗണ്ഡ്രകൻ ഇതൊന്നുമില്ല. അപ്പൊ പൗണ്ഡ്രകൻ ഭഗവാനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? തന്റെ ശരീരത്തെ ചുട്ടുപൊള്ളിക്കുക. എന്നിട്ട് അവിടേക്ക് എന്ത് ചെയ്തു? വിലപിടിപ്പിൽ ഉള്ളതല്ലാത്ത എന്താണ് സാധാ കല്ലുകളുണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യുക? പതിപ്പിക്കുക. കൗസ്തുഭമാണെന്ന വ്യാജേന വരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ശരീരത്ത് അവിടെ ഇവിടെ ശരീരം ചുട്ടുപൊള്ളിക്കുക. എന്നിട്ട് ആ ഉണ്ടാകുന്ന ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യാണ്? വിലപിടിപ്പുള്ള കല്ലുകളാണെന്ന വ്യാജേന തുച്ഛങ്ങളായ കല്ലുകളൊക്കെ പതിപ്പിക്കുക. എന്നിട്ട് ഇത് കണ്ടോ, എന്റെ നെഞ്ചത്തും കൗസ്തുഭരത്നമുണ്ട്, അപ്പൊ ഞാനാണ് യഥാർത്ഥ കൃഷ്ണൻ എന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്? മകരകുണ്ടലങ്ങള്, ഭഗവാന് എന്താണുള്ളത്? മകരകുണ്ടലങ്ങളാണുള്ളത്. സൂര്യസ്പർദ്ധി കിരീടമൂർധതിലക പ്രഭാസി ബാലാന്തരം കാരുണ്യാകുല നേത്ര മാർദ്രഹസിത ഉല്ലാസം സുനാസാകുടം എണ്ടോധ്യൻ മകരാഭകുണ്ടലയുഗം. ഭഗവാൻ എപ്പോഴും മകരകുണ്ടലങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ധരിക്കുന്നത്. അപ്പം പൗണ്ഡ്രകനും എന്ത് ചെയ്യാണ്? മകരകുണ്ടലങ്ങൾ ധരിക്കുകയാണ്. ഇതെന്താണ്? മഞ്ഞപ്പട്ട്. ഭഗവാന്റെ പീതാംബരൻ എന്ന് പേരുണ്ട്. അപ്പം കാരണം എന്താ? ഭഗവാൻ മഞ്ഞപ്പട്ടാണ് ധരിക്കുക. അപ്പം പൗണ്ഡ്രകനും മഞ്ഞപ്പട്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഇട്ട് നിൽക്കുമ്പം പൗണ്ഡ്രകന് സ്വയം തോന്നും, ശരിയാ, എന്താ ഞാൻ തന്നെയാണ് കൃഷ്ണൻ, വേറെ ആരുമല്ല. ആ കൃഷ്ണൻ എന്താണ്? എന്നെ പോലെ കുപ്പിയടിക്കുകയാണ്, എന്നെ പോലെ അഭിനയിക്കുകയാണെന്ന് ആർക്ക് തോന്നുകയാണ്? പൗണ്ഡ്രകൻ തോന്നുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന പൗണ്ഡ്രകനെ ആര് കാണുകയാണ്? യഥാർത്ഥ ശ്രീകൃഷ്ണ ഭഗവാൻ കാണുകയാണ്. താൻ അവതാര പുരുഷനാണെന്ന് കാണിക്കാൻ പൗണ്ഡ്രകൻ കൃത്രിമമായി
ഭഗവാന്റെ ചിഹ്നങ്ങളും ഭൂഷണങ്ങളും ധരിച്ചതായിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ സ്വയം കണ്ടു അല്ലെ? അപ്പം ഇങ്ങനെ നിൽക്കുന്ന പൗണ്ഡ്രകനെ ഭഗവാൻ കാണുകയാണ്. ദൂതേധയാദവതി യാദവ സൈനികൈസ്ത്വം യാദോ ദദർശിത വപു കില പൗണ്ഡ്രകീയം താപേന വക്ഷസി കൃതാംഗമനൽപമൂല്യ ശ്രീകൗസ്തുഭം മകരകുണ്ടലപീതചേലം. മൂന്നാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ പ്രഭു. ആ. ഹരേ കൃഷ്ണ, ദണ്ഡവത് പ്രണാമം. ഹരേ കൃഷ്ണ. ദൂതേത യാദവതി യാദവ സൈനികസ്ത്വം യാദോ ദദർശിത വപുകില പൗണ്ഡ്രകീയം താപേന ഭക്ഷതി കൃതാംഗമനൽപമൂല്യ ശ്രീകൗസ്തുഭം മകരകുണ്ടലപീതചേലം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. നന്നായിട്ട് ചൊല്ലി. ഹരേ കൃഷ്ണ പ്രഭു. ദൂതേത യാദവതി യാദവ സൈനികസ്ത്വം യാദോ ദദർശിത വപു കില പൗണ്ഡ്രകീയം താപേന വശസി കൃതാംഗ അനൽപമൂല്യ ശ്രീകൗസ്തുഭം മകരകുണ്ടലപീതചേലം. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വെച്ചോട്ടെ. ആ ചൊല്ലി. ഗുരുഭ്യോ നമോ. നമോ ഭഗവതേ വാസുദേവായ. ഭൂതേത യാദവതി യാദവ സൈന്യകസ്ത്വം യാദോ ദദർശിത ബഭൂകില പൗണ്ഡ്രകീയം താപേന വക്ഷസി കൃതാംഗനമനൽപമൂല്യ ശ്രീകൗസ്തുഭം മകരകുണ്ടലപീതചേലം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. വളരെ നന്നായിട്ട് ചൊല്ലി. അപ്പൊ നമുക്കപ്പോ നാലാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. ശ്രദ്ധിച്ചോളൂ. കാളായസം നിജ സുദർശനമസ്യ തോസ്യ. കാളായസം നിജ സുദർശനമസ്യ തോസ്യ കാലാനലോത്കരകിരീണ സുദർശനേന കരകിരേണ സുദർശനേന. മൂന്നാമത്തെ വരി അല്ല, ഒന്നും രണ്ടും വരികൾ ഒരുമിച്ചല്ല. കാളായസം നിജ സുദർശനമസ്യ തോസ്യ കാലാനലോത്കരകിരേണ സുദർശനേന. മൂന്നാമത്തെ വരി ശീർഷം ജഗർദ്ധിതമമർദ്ധിത ചാസ്യ സേന തന്മാത്ര കാശി പശിരൂപി ജഗർദ്ധകാശ്യാം. മൂന്നാമത്തെ വരി ശീർഷം ചകർദ്ധിതമമർദ്ധിത ചാസ്യ സേനാം തന്മാത്ര കാശി പശിരൂപി ചകർദ്ധ കാശ്യാം. മൂന്നും നാലും വരികൾ അങ്ങനെയാണ്. ശീർഷം ചകർദ്ധിതമമർദ്ധിത ചാസ്യ സേനാം തന്മാത്ര കാശി പശിരൂപി ചകർദ്ധ കാശ്യാം. ഇതാണ് മൂന്നും നാലും വരികൾ. അപ്പൊ നാലാമത്തെ ശ്ലോകം ഒരുമിച്ച് ചൊല്ലാം. കാളായസം നിജ സുദർശനമസ്യ തോസ്യ കാലാനലോത്കരകിരേണ സുദർശനേന ശീർഷം ജഗർദ്ധിതമമർദ്ധിത ചാസ്യ സേനാം തന്മാത്ര കാശി പശിരൂപി ജഗർദ്ധകാശ്യാം. നാലാമത്തെ ശ്ലോകം. എന്താണ് അർത്ഥം? കാരിരുമ്പ് കൊണ്ടുണ്ടാക്കിയ തന്റെ സുദർശന ചക്രത്തെ അങ്ങയുടെ നേരെ പ്രയോഗിച്ചവനായ ഇവന്റെ ശിരസിനെ പ്രയാഗ്നി ജ്വാലകളെ വർഷിക്കുന്ന അങ്ങയുടെ സുദർശനം കൊണ്ട് അങ്ങ് ഛേദിച്ചു. അപ്പം ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു സുദർശന ചക്രം ഉണ്ട്. അപ്പൊ കാരണം ഭഗവാന്റെ ഈ സുദർശനം ഉണ്ടല്ലോ. അപ്പം പൗണ്ഡ്രകനും വിചാരിച്ചു, എന്റെ കയ്യിൽ എന്ത് വേണം? ഒരു സുദർശന ചക്രം വേണമെന്ന്. അപ്പം പക്ഷെ ഭഗവാന്റെ കയ്യിലുള്ളത് സാക്ഷാൽ സുദർശന ചക്രമാണ്. ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടത് കേവലം ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ഭൗതികമായി നിർമ്മിച്ച സുദർശന ചക്രമാണ്. മറ്റേത് അതീന്ദ്രിയമായ സുദർശന ചക്രമാണ്. അപ്പം ഇദ്ദേഹം ഇത് എല്ലായിടത്തും ഇങ്ങനെ എന്ത് ചെയ്യും? കൊണ്ടു നടക്കും. ഭഗവാൻ ഇത് കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ ആജ്ഞാനുസരണം സുദർശനം സ്വയം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഇരുമ്പ് കൊണ്ടുള്ള സുദർശന ചക്രം എന്ത് ചെയ്തു? ഭഗവാന് നേരെ പ്രയോഗിച്ചു. പക്ഷേ അന്നേരം ഭഗവാൻ എന്ത് ചെയ്തു? അവന് നേരെ എന്ത് ചെയ്തു? ഭഗവാന്റെ സാക്ഷാൽ സുദർശന ചക്രം പ്രയോഗിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? അവനെ ശിരച്ഛേദം ചെയ്യുകയുണ്ടായി. അപ്പോ ഇപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഭഗവാൻ
സുദർശനം, കൃത്യമായും സുദർശനം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? നല്ല ദർശനം കൊടുക്കുക, നല്ല കാഴ്ച കൊടുക്കുക. അപ്പൊ ഇദ്ദേഹത്തിന് ചെറിയൊരു മങ്ങിയ കാഴ്ച ഉണ്ടായിരുന്നു. ഭഗവാൻ എന്ത് ചെയ്തു? സുദർശനം കൊണ്ട് അതിന് യഥാർത്ഥ കാഴ്ച, നല്ല ദർശനം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് കൊടുത്തു. ഇതാണ് 4ാമത്തെ ശ്ലോകം. അപ്പൊ ഈ കാരിരുമ്പ് കൊണ്ടുണ്ടാക്കിയ സുദർശന ചക്രത്തെ അങ്ങയുടെ നേരെ പ്രയോഗിച്ചവനായി ഇവന്റെ ശിരസിനെ പ്രളയാഗ്നി ജ്വാലകളെ വർഷിക്കുന്ന അങ്ങയുടെ സാക്ഷാൽ സുദർശനം കൊണ്ട് ഛേദിച്ചു. ഇവന്റെ സൈന്യത്തെയും അങ്ങ് മർദ്ദിച്ചു. ഇവന്റെ മിത്രമായ കാശി രാജാവിന്റെ തലയും അങ്ങ് കാശി നഗരത്തിൽ എത്തിച്ചു. അപ്പം ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തു. നീ തന്നെയാണ് കൃഷ്ണൻ ആരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നോ അവരെ എല്ലാം ഭഗവാൻ എന്ത് ചെയ്തു? മർദ്ദനം ചെയ്തു. ശേഷം ഇവനെ ഏറ്റവും കൂടുതൽ എന്താണ് പറഞ്ഞ്, അതായത് പറ്റിച്ചുകൊണ്ടിരുന്നത് ആരാണ്? കാശി രാജാവായിരുന്നു. നീ ശ്രീകൃഷ്ണനാണ്, നീ സാക്ഷാൽ ഭഗവാനാണെന്നൊക്കെ എന്ത് ചെയ്തു? അദ്ദേഹത്തിനെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരുന്ന കാശി രാജാവിന്റെ ശിരസ്സു എന്ത് ചെയ്തു? അപ്പം എന്തുകൊണ്ടായിരിക്കും ഇവരൊക്കെ സ്വയം ഭഗവാനാണ്, ഈശ്വരനാണെന്ന് ചിന്തിച്ച്, അതായത് അങ്ങനെ ഒരു തലത്തിൽ, ഒരു മാനസിക തലത്തിലേക്ക് എത്തുന്നത്? അതായത് ഭഗവാനോടുള്ള, അതായത് അവർക്ക് സ്വയം ഭഗവാനാകാനുള്ള താല്പര്യം ഉണ്ടാകുന്നത്, അതായത് ബഹുമാനം കിട്ടുക, അവരെ എല്ലാവരും പൂജിക്കുക, അവരുടെ ആ ഈശ്വര തലത്തിലേക്ക് ഉയരാനുള്ള മൂഢമായ ശ്രമമാണ് യഥാർത്ഥത്തിൽ എന്ത് പ്രകാരം ചിന്തകളിലേക്ക് എത്തുക. ഈ അടിസ്ഥാനപരമായി മായാവാദത്തിന്റെ ഉദ്ദേശം തന്നെ എന്താണ്? അവര് സ്വയം ഒരു തലം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് സ്വയം തോന്നും എന്ത്? ഭഗവാനാണെന്ന്. അപ്പം ഇത് പൂർണ്ണമായും ഇതാണ്. ഭഗവാനാവാൻ നമ്മളെല്ലാം ഭഗവാന്റെ തടസ്സങ്ങളായ ശക്തികൾ മാത്രമാണ്. ഭഗവാന്റെ, ഈശ്വരന്റെ ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്ന, അതായത് എന്ത് ഒരു പ്രകാശത്തിന് ചുറ്റും എന്ത് മിന്നാമിനുങ്ങുകൾ ഇങ്ങനെ ചുറ്റും കറങ്ങുന്നത് പോലെ ഭഗവാന് ചുറ്റും സേവ ചെയ്തുകൊണ്ട് കൊണ്ടിരിക്കുന്ന ചെറിയ ഗ്രഹങ്ങളാണ്. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ ഉള്ള പദാർത്ഥങ്ങൾ മാത്രമാണ് ആര്? നമ്മളെല്ലാവരും. അപ്പോ നമുക്കൊരിക്കലും എന്താവാൻ സാധിക്കത്തില്ല? ഭഗവാനാവാൻ സാധിക്കത്തില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും ഉത്തമനായ സേവകനാകുക, നമ്മളെ പൂർണ്ണമായും ഭഗവാന്റെ പത്മപാദങ്ങളിലേക്ക് സമർപ്പിച്ച് ഉത്തമനായ സേവകനായി മാറുക എന്നുള്ളതാണ്. ഉത്തമനായ സേവകനാവുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗവത തലമാണ്. വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഗോവർദ്ധനഗിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ഭഗവാനാണോ? ശ്രീകൃഷ്ണ ഭഗവാനാണോ? ഭഗവാന്റെ സേവകനാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഗോവർദ്ധനം ഭഗവാനാണെന്ന് ആണോ നമ്മളുടെ കൂടുതൽ അഭിപ്രായം? ഭഗവാന്റെ സേവകനാണെന്നാണോ കൂടുതൽ അഭിപ്രായം? എന്താ അപ്പോ? ഭഗവാൻ തന്നെയാണ്. ഗോവർദ്ധൻ ഭായ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഗോവർദ്ധനം സാക്ഷാൽ ഭഗവാന്റെ സർവോത്തമനായ സേവകനാണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ചൈതന്യ ചരിതാമൃതത്തിൽ രൂപഗോസ്വാമി, സനാതന ഗോസ്വാമികളൊക്കെ പറയുന്നുണ്ട്. ഭഗവാനെ സേവിക്കാനായി ഭാഗവത അംശങ്ങളെല്ലാം ഭൂമിയിലേക്ക് വന്നതാണെന്ന് പറയുമ്പോൾ പോലും നമുക്കറിയാം, ദേശാ ഗോവർദ്ധനോ സാക്ഷാത് കൃഷ്ണ സ്വയം ന സംശയ. എന്താണ്? അതായത് ആ കാണുന്ന വ്യാസഭഗവാൻ പറയാണ്, അയ്യോ ഉദ്ധവരെ, നീ ആ കാണുന്ന ഗോവർദ്ധനഗിരി സാക്ഷാത് കൃഷ്ണ സ്വയം ന സംശയ. ആ കാണുന്ന ഗോവർദ്ധനം എന്താണ്? സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ്. അപ്പം ഒരേ സമയം ഗോവർദ്ധനത്തിന്റെ പ്രത്യേകത ഭഗവാന്റെ സേവകനാകുകയും ചെയ്യുന്നുണ്ട്, ഭഗവാനാകുകയും ചെയ്യും. അതെന്തുകൊണ്ടാ ഭഗവാനാകുന്നത്? അതെപ്രകാരം? അത് ഭാഗവത പൂർണ്ണമായും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനല്ല. പിന്നെ എങ്ങനെയാണ് ഗോവർദ്ധനം ഭഗവാനാകുന്നത്? അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം. നമുക്ക് ബുദ്ധിമാന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ബുദ്ധിമാൻ ആരാണ്? നമുക്കറിയാം ഭഗവാനാണെന്ന്. എഴുത്തുകാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ എഴുത്തുകാരാണ് ഭഗവാനാണ്. കള്ളന്മാരിൽ ഏറ്റവും മികച്ച കള്ളൻ ആരാണ്? ഭഗവാനാണ്. അപ്പൊ ചോദ്യം, ഭക്തന്മാരിൽ അപ്പൊ ഏറ്റവും മികച്ച ഭക്തൻ ആരാണ്? ഉറപ്പാണ് ആര്? ഭഗവാനാണ്. നേരത്തെ പറഞ്ഞതിലെല്ലാം ഏറ്റവും ഉത്തമനായ വ്യക്തി ഭഗവാനാണെങ്കിൽ ഈ പറഞ്ഞ ഭക്തന്മാരിൽ ഏറ്റവും ഉത്തമനായ ഭക്തനും ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പോ ഇതിന്റെ അർത്ഥം ഭക്തൻ, അതായത് ഗോവർദ്ധനഗിരിയും വൃന്ദാവന ഭൂമിയും യമുനയും എല്ലാം
ഭഗവത് സേവകരായി ഭൂമിയിലേക്ക് വന്നവരാണ്. പക്ഷെ അവരുടെ സേവനത്തിന്റെ മഹാത്മ്യം കൊണ്ട് എന്ത് എത്തി? അവർക്ക് ഭഗവാനോട് സലോകവും സമീപവും സ്വരൂപവും എന്ന തലത്തിലേക്ക്, ഭഗവാന്റെ തന്നെ ആ ഭാഗവത തലത്തിലേക്ക് എന്ത് ചെയ്തു? ഉയർന്നു. അതുകൊണ്ടാണ് രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും ഒക്കെ നമ്മളോട് പറയുന്നത് ഗോവർദ്ധനഗിരി ഗോവർദ്ധൻ ഭയ്യയാണ്, ഗോവർദ്ധൻ ഭായിയാണെന്നൊക്കെ പറയും. അതായത് ഭഗവാന്റെ ഉത്തമനായ സേവകനാണെന്ന് നമ്മളോട് പറയുന്ന സമയം വ്യാസഭഗവാനും ഇതിനകത്തില് ശ്രീശുഖ ബ്രഹ്മർഷിയൊക്കെ നമ്മളോട് പറയും എന്ത്? വർദ്ധനും ഭഗവാന്റെ സേവകൻ മാത്രമല്ല സ്വയം ഭഗവാനും കൂടെയാണെന്ന് പറയുന്നത്. നമുക്ക് ഈ തരത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഭാഗവത സേവനത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഈശ്വര സേവനത്തിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? ഭഗവത് തലത്തിലേക്ക് എത്താൻ കഴിയുന്നത്. അപ്പോഴും നമ്മൾ ഭഗവാനാകുന്നില്ല, നമ്മൾ എന്താണ്? ഭഗവാന്റെ സർവോത്തമ സേവകനാവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ശിക്ഷാഷ്ടകത്തിൽ 3-ാമത്തെ ശ്ലോകം പറയുന്നത് തന്നെ പ്രണാദപി സുനീചേന തരോരപി സഹിഷ്ണുന അമാനിന മാനേന കീർത്തനീയ സദാഹരി. ഒരുവൻ എളിമ നിറഞ്ഞ മാനസികാവസ്ഥയോടെ തൃണത്തേക്കാൾ എളിയവനാണ് താനെന്ന ചിന്തയോട് ഭഗവാന്റെ പരിശുദ്ധ നാമം ഉച്ചരിക്കണം. തൃണാദപി സുനീചേന തരോരപി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാഹരി. ഇത് വേണം, കീർത്തനീയ സദാ. ഭഗവാന്റെ നാമങ്ങൾ സദാ താൻ ഒരു എന്താണ്? തൃണത്തേക്കാൾ ചെറുതാണെന്ന ബോധ്യത്തോടുകൂടി ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ മിഥ്യാബോധം ഒട്ടുമില്ലാതെ ഒരു മരത്തെക്കാളും സഹിഷ്ണുതയുള്ളവനാവണം. അന്യർക്ക് എല്ലാ ബഹുമാനവും നൽകുവാൻ സന്നദ്ധനായിരിക്കണം. അത്തരം മാനസികാവസ്ഥയുള്ളവന് ഭഗവാന്റെ ശുദ്ധനാമം നിരന്തരം ഉരുവിടാൻ കഴിയും. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? ഭഗവാന്റെ ശുദ്ധനാമം സദാ ഉരുവിടാൻ കഴിയത്തുള്ളൂ. കീർത്തനീയ സദാഹരി. ഭഗവാന്റെ നാമം ഉരുവിടണമെങ്കിൽ താൻ ഒരു തൃണത്തേക്കാൾ തുച്ഛമാണ്, എല്ലാവരെയും ബഹുമാനിക്കുന്നവനാണ് ഞാൻ ഏറ്റവും എളിയവനാണെന്ന ബോധ്യം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പം ആ ബോധ്യത്തോടു കൂടി നമ്മൾ കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്? ഭാഗവത സേവനത്തിലെ ഈശ്വര സേവനത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? വരാൻ കഴിയുക. അപ്പോ അതല്ലാതെ നമ്മൾ സ്വയം ഭഗവാനാകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ പ്രകന്റെ അവസ്ഥയായിരിക്കും നമുക്കുണ്ടാവുക. നമ്മളല്ലാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല? ഈശ്വരനാവാൻ കഴിയത്തില്ല. അപ്പം ഭക്തിയുത സേവനത്തിലൂടെ ഉത്തമനായ ഭക്തനാവുക എന്നുള്ളതാണ് ട്രൂ ഐഡന്റിറ്റി, യഥാർത്ഥ ഉദ്ദേശവും ലക്ഷ്യവും. അപ്പോ കാശി രാജാവിനെ എന്ത് ചെയ്തു? ഇതേപോലെ ഭഗവാൻ ഭരിച്ചു. അപ്പൊ അതാണ് 4-ാമത്തെ ശ്ലോകം. കാളായ സംനിജ സുദർശനമസ്യ തോസ്യ കാലാനലോത്കരഗിരീർണ സുദർശനേന ശീർഷം ജഗർത്തിതമമർദ്ധിത ചാസ്യ സേനാം തന്മിത്രകാശി പശിരൂപി ജഗർത്തകാശ്യാം. ആണ് 4-ാമത്തെ ശ്ലോകം. ആരെങ്കിലും രണ്ടുപേരൊന്നും ചൊല്ലി നോക്കൂ. ഹരേ കൃഷ്ണ പ്രഭുജി, ചൊല്ലട്ടെ? ചൊല്ലിക്കോളൂ. ഓ ഹരേ കൃഷ്ണ. കാലായ സംനിജ സുദർശന മത്സ്യതോസ്യ കാലാനലോത്കര കിരേണ സുദർശനേന ശീർഷം ജഗർത്തിതമമർത്തിത ചാസ്യ സേനാം തന്മിത്രകാശിപ ശിരോപി ജഗർത്തകാശ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നന്നായിട്ട് ചൊല്ലി. ഹരേ കൃഷ്ണ പ്രഭു. ചൊല്ലിക്കോളൂ മാതാജി. ഹരേ കൃഷ്ണ. കേട്ടെ. ഓ നമോ ഭഗവതേ വാസുദേവായ. കാലാനലോത്കര കിരേണ സുദർശനേന ശീർഷം ചന്മിത്രകാശിവ ശിരോപി ചകർത്തകാശ്യാം. ഹരേ കൃഷ്ണ മാതാജി. ഹരി ബോൽ. ഹരേ കൃഷ്ണ പ്രഭു. ചൊല്ലട്ടെ ഒന്ന്? ഹരേ കൃഷ്ണ. കാളായ സംനിജ സുദർശന മത്സ്യതോസ്യ കാലാനോത്കര കിരേണ സുദർശനേന ശീർഷം ചകർത്തിതമർമിധ ചസ്യ സേനാം തന്മിത്രകാശി പശിരോപി ചകർത്തകാശ്യാം.
ഹരേ കൃഷ്ണ. ഹരിബോൾ. ചെല്ലികള് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് 5ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. ശ്രദ്ധിച്ചോളൂ. ജാഢ്യേന ബാലകഗിരാപി കിലാഹമേവ. ജാഢ്യേന ബാലകഗിരാപി കിലാഹമേവ. ശ്രീവാസുദേവ ഇതി രൂഢമതിശ്ചിരം സായൂജമേവ ഭവദൈക്യധീയ ഗതോ ഭൂത്. ഓ നാമ കസ്യ സുഹൃതം കഥമിത്യവേയാത്. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ജാഢ്യേന ബാലകഗിരാപി കിലാഹമേവ. ശ്രീവാസുദേവ ഇതി രൂഢമതിശ്ചിരം അതാണ് 1ഉം 2ഉം വരികള്. ജാഢ്യേന ബാലകഗിരാപി കിലാഹമേവ. ശ്രീവാസുദേവ ഇതി രൂഢമതിശ്ചിരം 1ഉം 2ഉം വരികള്. 3ാമത്തെ വരി. സായൂജമേവ ഭവദൈക്യധിയാ ഗതോ ഭൂത്. സായൂജമേവ ഭവദൈക്യധിയാ ഗതോ ഭൂത്. 4ാമത്തെ വരി. കോ നാമ കസ്യ സുകൃതം കഥമിത്യവേയാത്. സായൂജമേവ ഭവദൈക്യധിയാ ഗതോ ഭൂത്. കോ നാമ കസ്യ സുകൃതം കഥമിത്യവേയാത്. 5ാമത്തെ മുഴുവൻ ശ്ലോകം. ജാഢ്യേന ബാലകഗിരാപി കിലാഹമേവ. ശ്രീവാസുദേവ ഇതി രൂഢമതിശ്ചിരം സായൂജമേവ ഭവദൈക്യധിയാ ഗതോ ഭൂത്. കോ നാമ കസ്യ സുകൃതം കഥമിത്യവേയാത്. 5ാമത്തെ ശ്ലോകം. എന്താണ് പറയുന്നത്? മൂഢത കൊണ്ട് കുട്ടികൾ പറഞ്ഞ വാക്ക് കേട്ടിട്ടാണെങ്കിൽ പോലും മഹാവിഷ്ണുവിന്റെ അവതാരമായ വാസുദേവൻ താൻ തന്നെയാണെന്ന് എന്നിങ്ങനെ വളരെ കാലം മനസ്സിൽ ഉറപ്പിച്ചവനായ അവൻ ഭഗവാൻ താൻ തന്നെയാണെന്ന് ഐക്യബുദ്ധിയാൽ സായുജ്യമുക്തിയെ പ്രാപിച്ചു. ആരുടെ സുഹൃതം എപ്രകാരം എന്നെല്ലാം ആർക്കറിയാം. ജാളിയന എന്ന പാഠാന്തരം വ്യത്യാസമില്ല. അതാണ് പറയുന്നത്. ജാളിയന ബാലകഗിരാപി കിലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢമതിശ്ചിരം അപ്പൊ എന്ത് ചെയ്തു? വാസുദേവൻ താൻ തന്നെയാണെന്ന് വിചാരിച്ചത് കൊണ്ട്, അതായത് സ്വയം താൻ തന്നെയാണ് വാസുദേവൻ എന്ന വിചാരിച്ചെങ്കിൽ പോലും, അപ്പം ഇത് യഥാർത്ഥത്തിൽ എന്ത് തരമാണ്? സായുജ്യ മോക്ഷത്തിലേക്കുള്ള മാർഗമാണ്. അതായത് ഇങ്ങനെയുള്ളവർക്കും ഭഗവാൻ എന്ത് ചെയ്യും? സായുജ്യം ആഗ്രഹിക്കുന്ന മായാവാദികൾക്കും ഭഗവാൻ എന്ത് ചെയ്യും? മോക്ഷം കൊടുക്കും. അവർക്കും എന്തുണ്ട്? മോക്ഷത്തിന് ഒരവസരമുണ്ട്. അപ്പം ഈ പറഞ്ഞ ആൾക്കും എന്ത് ചെയ്തു? ഭഗവാൻ പൗണ്ഡ്രകൻ എന്ന് പറഞ്ഞ രാജാവ്, ഇവന്തോ അദ്ദേഹം ഒരു മോശം ആളായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്ര നല്ല ചിന്താഗതി അല്ലായിരുന്നെങ്കിൽ പോലും ചിന്തിച്ചത് എന്താണ്? താൻ ഭഗവാനാണെന്നാണ് ചിന്തിച്ചത്. അപ്പം ഭഗവാനുമായിട്ട് ഒരു ഐക്യചിന്ത അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? ഭഗവാൻ അങ്ങനെയുള്ള ഈ പൗണ്ഡ്രകനും എന്ത് ചെയ്തു? സായുജ്യം എന്ന മോക്ഷം കൊടുത്തു എന്നാണ് പറയുന്നത്. ജാളിയന ബാലകഗിരാപി കിലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢമതിശ്ചിരം സായുജ്യമേവ ഭവദൈക്യ ഗതോ ഭൂത്. ഭഗവാനുമായിട്ട് എന്ത് ചെയ്തു? സായുജ്യമേവ ഭവദൈക്യ ഗതോ ഭൂത്. സായുജ്യം എന്ന മോക്ഷം കിട്ടി. കാരണം എന്താ? ഭവദൈക്യം, ഭഗവാനുമായിട്ടൊരു തുല്യതയുണ്ടെന്ന് ചിന്തിച്ച് എന്ത് ചെയ്തു? ചിന്തിച്ചു. അതുകൊണ്ട് കോ നാമ കസ്യ സുഹൃതം കഥമിത്യവേയാത്. എന്ത് ചെയ്തു? ആരുടെയൊക്കെ സുഹൃത്ത്, ആർക്കാണ് ഈ ഭാഗ്യം കിട്ടുക, എന്തൊക്കെ തരത്തിലാണ് ഭാഗ്യം വന്നു ചേരുക എന്ന് ആർക്കെങ്ങനെ അറിയാം? ഇപ്പൊ നമുക്കറിയാം, ഈ ശിശുപാലനും ദന്തവക്ത്രനും ഒക്കെ നമുക്കറിയാം ഭഗവാന്റെ അടുക്ക എങ്ങനെയായിരുന്നു, ഭഗവാനോട് എപ്രകാരമാണ് കണ്ടതെന്നൊക്കെ. പക്ഷേ ഭാഗവതം, ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നു, ശബദോരസത് കൃദ്വിഷ്ണു യദ്ബ്രാഹ്മം പരം അവ്യയം ക്ഷുദ്രോ ന ജാതോ ജിഹ്വായാം നന്ദം. അപ്പം ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് യഥാമാം പ്രപദ്യന്തേ താം സദൈവ ഭജാമ്യം. നിങ്ങൾ എന്നോട് എങ്ങനെ പെരുമാറുന്നു, ഞാൻ നിങ്ങളോട് അങ്ങനെ പെരുമാറും എന്നുള്ളതാണ് ഭഗവാന്റെ ഒരു എന്താ പറയുന്നത്, ഒരു ഐഡിയോളജി, അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു ഭഗവാൻ പറയുന്നത് എല്ലാവരോടും. നിങ്ങൾ എന്നോട് എങ്ങനെ നിന്നാൽ ഞാൻ നിങ്ങളോട് അങ്ങനെ നിൽക്കത്തുള്ളൂ. പക്ഷേ ഭഗവാന് മറ്റൊരു പേരുണ്ട്. എന്ത്? കരുണാനിധി എന്നൊരു പേരുണ്ട്. അപ്പം നമുക്കറിയാം ശിശുപാലനും ദന്തവക്ത്രനും ഒക്കെ, പ്രത്യേകിച്ച് ശിശുപാലൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഭഗവാനെ കുറിച്ച് ഒരുപാട് മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? ഭഗവാന്റെ തിയറി എന്താ? യഥാമാം പ്രപദ്യന്തേ താം സദൈവ ഭജാമ്യഹം. നിങ്ങൾ എന്നെ കുറിച്ച് നിങ്ങളുടെ നാവ് കൊണ്ട് മോശം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നാവിന് എന്ത് ചെയ്യും? ഞാൻ നിങ്ങൾ എങ്ങോട്ട് എങ്ങനെ നിൽക്കുന്നു അതേപോലെ തന്നെ തിരിച്ചു. അപ്പൊ നിങ്ങളുടെ നാവിന് എന്ത് ചെയ്യും?
മോശം വരും എന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ ഭാഗവതത്തിൽ പറയുന്നു എന്ത്? ശമതോരസത് കൃദ്വിഷ്ണും യദ്ബ്രാമം പരം അവ്യയം ക്ഷുദ്രോ നജാതോ ജിഹ്വായം. അവന്റെ നാവിൽ ഒരു കുഴപ്പവും വന്നില്ല. ശിശുപാലന്റെയും ദന്തവക്തന്റെയും നാവിൽ ഒരു കുഴപ്പവും, ക്ഷുദ്രോ നജാതോ ജിഹ്വായം, അവന്റെ നാവിൽ ഒരു കുഴപ്പവും വന്നില്ല. എന്ന് മാത്രമല്ല തോരസത് കൃദ്വിഷ്ണും യദ്ബ്രാമം പരം അവ്യയം, പരമ അവ്യയമായ ആ വിഷ്ണു ലോകത്ത് ആർക്ക് സ്ഥാനം ലഭിച്ചു? ശിശുപാലനും ദന്തവക്ത്രനും എന്ത് ചെയ്തു? അവസരം, ഒരു സ്ഥാനം ലഭിച്ചു. കാരണം എന്താ? തെറ്റാണെങ്കിൽ പോലും, മോശമാണെങ്കിൽ പോലും എന്ത് ചെയ്തു? അവൻ ഭഗവാനെ കുറിച്ച് സദാ ചിന്തിച്ചുകൊണ്ടിരുന്നു, ഭഗവാനെ കുറിച്ച് സദാ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പം ഭഗവാൻ ഭക്തന്റെ വിഷയം വന്നു കഴിയുമ്പോൾ, നമുക്ക് അജാമിളന്റെ മോക്ഷം നമുക്കറിയാം, അവസാനം എന്ത് ചെയ്തു? ഒരു നാരായണ പറഞ്ഞു. അപ്പം ഭഗവാൻ സദാ ഭക്തനെ എന്ത് ചെയ്യാണ്? തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അപ്പം ഭഗവാൻ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. ഭഗവാൻ എന്തെങ്കിലുമൊക്കെ ഒരു സൂത്രപ്പണി എന്ത് ചെയ്യും? ഭഗവാൻ തൻ്റെ ഭക്തരെ തൻ്റെ അടുക്കലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പറയുന്നു എന്ത്? ശിശുപാലനും ദന്തവക്തനും ഭഗവാൻ എന്ത് ചെയ്തു? ആ വൈകുണ്ഠധാമത്തിൽ സ്ഥാനം കൊടുത്തു എന്ന് മാത്രമല്ല, അവര് പൂർണ്ണ ആരോഗ്യവത്തായിട്ടുള്ള തലത്തിലാണ് എന്ത് ചെയ്തത്? അല്ലാതെ അവരുടെ നാവിന് ഒരു കുഴപ്പവും വന്നില്ല. അപ്പം ഭഗവാൻ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യും? നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുമെങ്കിലും ഭഗവാൻ എന്തറിയാം? ഭഗവാൻ നമുക്ക് എല്ലാവരോടും അതിയായ കാരുണ്യമാണ്. ഭഗവാൻ നമ്മളെ ആർക്കും എന്ത് ചെയ്യരുത്. നമ്മൾ പലപ്പോഴും ചില മത്തച്ഛമാരൊക്കെ പറയും എന്ത്? ഭഗവാൻ എന്നോട് ഇഷ്ടമില്ല, ഭഗവാൻ എന്ത് ചെയ്തു? ഞാൻ തെറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്നതുപോലെ ഭഗവാനെ വിളിക്കാത്തതുകൊണ്ട് ഭഗവാൻ എനിക്ക് എന്ത് ചെയ്യും? ദോഷം തരുന്നുണ്ട്. ഭഗവാൻ ആർക്കും ദോഷം തരുന്ന ആളല്ല. ഭഗവാൻ ആർക്കും എന്ത് ചെയ്യത്തില്ല? ഒരു തരത്തിലുള്ള എന്താണ് ദോഷവും ആളല്ല. ഭഗവാൻ എല്ലാവർക്കും ശ്രേയസ്സും പ്രേയസ്സും, നമ്മളോട് സദാ കാരുണ്യമുള്ളവനാണ്. പക്ഷെ ഭഗവാനിൽ നിന്ന് അകലുന്ന സമയം മായയുടെ ശക്തി കൊണ്ട് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അസുഖങ്ങൾ ഉണ്ടാകുന്നതാണ്. അതല്ലാത്ത പക്ഷം ഭഗവാനോട് അടുത്തിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും എന്താണ്? സുഖം ഉണ്ടാകുന്നതാണ്. അല്ലാതെ ഭഗവാൻ നമുക്ക് ദോഷം ചെയ്യുന്നതല്ല, മായയുടെ ഫലമായിട്ട് നമുക്കുണ്ടാകുന്ന അസുഖങ്ങളാണ്. അപ്പം ഭഗവാനോട്ട് സദാ അടുത്തിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സുഖം ലഭിക്കും. ശ്രീകൃഷ്ണ. അപ്പോ ശിശുപാലനും ദന്തവക്തനെയും പോലെ ഈ പറഞ്ഞ പൗണ്ഡ്രക രാജാവിനും എന്ത് കിട്ടി? മോക്ഷം ലഭിച്ചു എന്നാണ് ഈ 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ജാഠ്യേന ബാലക കിരാപികൽ കിലാഹമേവ ശ്രീവാസുദേവ ഇതിരൂഢമതിശ്ചിരം സായുജ്യമേവ ഭവദൈക്യദിയാഗതോ ഭൂത് കോ നാമ കസ്യ സുകൃതം കഥമിത്യവേയാത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഇതുപോലുള്ള ആളുകൾക്ക് പോലും ഭഗവാൻ ഒരവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്കല്ല, നമുക്കെല്ലാവർക്കും ഉറപ്പായും ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ഥാനം ഉറപ്പായിട്ടും ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഭഗവാന് നമ്മളോടൊക്കെ അതിയായ കാരുണ്യം ഉറപ്പായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാവുന്നുണ്ട്. കാരണം ഭഗവാന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഭഗവാന് നമ്മളോട് പ്രീതി തോന്നാനുള്ള ഒരുപാട്, നമ്മൾ 16 മാലകൾ ജപിക്കുന്നുണ്ട്, നമ്മൾ കൃത്യമായ യമനിയമങ്ങൾ പാലിക്കുന്നുണ്ട്, നമ്മൾ കണ്ഠിമാല ധരിക്കുന്നുണ്ട്, തിലകം ധരിക്കുന്നുണ്ട്. അപ്പം ഭഗവാൻ ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ, അപ്പം ഭഗവാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തവർക്ക് പോലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പായും ഭഗവാൻ എന്ത് ചെയ്യും? ആ വൈകുണ്ഠധാമത്തിൽ ഭഗവാന്റെ പാദസേവനത്തിന് അവസരം, അല്ലെങ്കിൽ ഭഗവാന്റെ ദാസന്മാരുടെ ദാസനാവാൻ ആയാലും തരുമെന്ന് വിശ്വസിക്കുകയാണ്. 5ാമത്തെ ശ്ലോകം ആരെങ്കിലും ഹരേ കൃഷ്ണ പ്രഭു വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗുരുഭ്യോ നമ. ധ്യാളേന ബാലിക ഗിരാപികിലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢമതിച്ചിരം സായുജ്യമേവ സ്വദേവൈക്യദിയാഗതോ ഭൂയ കോ നാമകസ്യ സുഹൃതം കഥമിത്യവേയാത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വാസുദേവായ. ഓം ഗുരുഭ്യോ നമഃ. ജാലേന ബാലക ഗിരാപികിലാഹമേവ ശ്രീവാസുദേവൈതി രൂഢമതിശ്ചിരം സായുജ്യമേവ ഭവദൈക്യധിയാഗതോ ഭൂത് കോ നാമ കസ്യ സുഗതം കഥമിത്യവേയാത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ പ്രഭു വായിക്കട്ടെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജാള്യേന ബാലഃ ഗിരാഭികിലാവമേവ ശ്രീവാസുദേവ ഇതി രൂഢമതിസ്ഥിരം സ സായുജ്യമേവ ഭവദൈക്യതിയാഗതോऽഭൂത് കോ നാമ കസ്യ സുകൃതം കഥമിത്യവേയാത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ജാള്യേന ബാലകിരാഭികിലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢമതിചിരം സായുജ്യമേവ ഭവദൈക്യതിയാഗതോऽഭൂത് കോ നാമ കസ്യ സുകൃതം കഥമിത്യവേയാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. യാളേന ബാലകവിരാധികുലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢമതിചിരം സായുജ്യമേവ ഭവദൈക്യതിയാഗതോऽഭൂത് കോ നാമ കസ്യ സുകൃതം കഥമിത്യവേയാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജാള്യേന ബാലകിരാഭികിലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢമതിചിരം സായുജ്യമേവ ഭവദൈക്യതിയാഗതോऽഭൂത് കോ നാമ കസ്യ സുകൃതം കഥമിത്യവേയാത്. ഹരേ കൃഷ്ണ. എല്ലാരും ചൊല്ലിയോ? എല്ലാരും ചൊല്ലിയോ? ഹരേ കൃഷ്ണ പ്രഭു. ആ, ചൊല്ലിക്കൊള്ളു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജാഡ്യേന ബാലകിരാഭികിലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢമതിസ്ഥിരം സായുജ്യമേവ ഭവദൈക്യതിയാഗതോऽഭൂത് കോ നാമ കസ്യ സുകൃതം കഥമിത്യവേയാൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരി ബോൾ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജാള്യേന ബാലക ഗിരാഭികലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢമതിച്ഛിരം സഹ സായുജ്യമേവ ഭവദൈക്യതിയാഗതോऽഭൂത് കോ നാമ കസ്യ സുഹൃദം കഥാമിത്യവേയാത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരി ബോൾ. ഹരേ കൃഷ്ണ പ്രഭു. ജാള്യേന ബാലകഗിരാഭികിലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢമതിസ്ഥിരം സായുജ്യമേവ ഭവദൈക്യതിയാഗതോऽഭൂത് കോ നാമ കസ്യ സുകൃതം കഥമിത്യവേയാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ ഓം കൃഷ്ണ. നമോ വാസുദേവായ. ജാള്യേന ബാലകിരാഭികിലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢമതിച്ഛിരം സായുജ്യമേവ ഭഗവദൈക്യതിയാഗതോऽഭൂത് കോ നാമ കസ്യ സുകൃതം കഥമിത്യവേയാൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓ, എല്ലാരും ചൊല്ലിയോ? അപ്പോ നമുക്ക് തൊട്ടടുത്തത് കാശിപുത്രനായ സുധീക്ഷണന്റെ അനുബന്ധമാണ്. അപ്പോ ഇനി 5 ശ്ലോകങ്ങളും കൂടെ ഉള്ളൂ ഈ ദശകം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ 5 ശ്ലോകങ്ങൾ എടുത്ത് ഈ ദശകം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. എല്ലാവരും മുടങ്ങാതെ എന്ത് ചെയ്യുക, എല്ലാ ക്ലാസ്സുകളിലും ജോയിൻ ചെയ്യുക. നാരായണീയം ക്ലാസ് എല്ലാവരും എന്ത് ചെയ്യുക, മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുക. ഹരേ കൃഷ്ണ. ഇന്നത്തെ ക്ലാസ് കൃഷ്ണ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ആരും മിണ്ടുന്നില്ല. നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഉണ്ട് പ്രഭു, നല്ലപോലെ വായിക്കാനും പറ്റും, നന്നായിട്ട് വായിക്കാനും പറ്റുന്നുണ്ട്. ആ,
തന്നെ. താങ്ക് യു മാതാജി. താങ്ക് യു പ്രഭു. പ്രഭു ഒരു സംഭവം പറഞ്ഞു തുടക്കത്തിലേ, പറയട്ടെ? ഗോപാൽ ഗൗർ പ്രഭു, ആ പ്രഭു പറഞ്ഞ ഒരു കാര്യം, പറഞ്ഞോളൂ പറഞ്ഞോളൂ. പൗണ്ഡ്രകന് ഒരു ചെറിയ പ്രശ്നമുണ്ട്, ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താന്ന് വെച്ചാല് ഞാനാണ് ഭഗവാൻ എന്നൊരു തോന്നലെന്ന്. അതൊരു ചെറിയ പ്രോബ്ലം ആണോ? അതെ, അതൊരു വലിയ പ്രോബ്ലമാണ്. വലിയ പ്രോബ്ലം പ്രഭു, ഒരു ചെറിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് വിഷമായത്. അത് മാത്രമല്ല പ്രഭു, ഹരേ കൃഷ്ണ. അപ്പൊ തിരുവനന്തപുരത്ത് എല്ലാരും വരിക, പ്രഭുജി മുടങ്ങാതെ നമുക്ക് കിട്ടണം. തിരുവനന്തപുരത്ത് ഒരു പറഞ്ഞോട്ടെ. കൽക്കിയുണ്ട്. തിരുവനന്തപുരത്ത് ഒരു 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 പ്രായമുള്ള ഒരു അമ്മയാണ്. പുള്ളിക്കാരി കൽക്കിയാണെന്നാണ് പറയുന്നത്. 10,000 ചില ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. കഷ്ടം. ഇനി പലതും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇതൊന്നും ഒന്നുമല്ല. ഒരുപാട് മസിൽ ദൈവങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഇനി ഭാവിയിൽ നമുക്ക് പറയാം. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാരും വരിക, പ്രവചിക്കുക.